10ാം തരം തുല്യതാ പഠനത്തിന്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 19ാമത്തെ ക്ലാസ് ആണ്. വൃത്തങ്ങൾ എന്ന 4ാം അധ്യായത്തിന്റെ 1ാമത്തെ ക്ലാസ്. അപ്പൊ വൃത്തം എല്ലാവർക്കും പരിചിതമാണല്ലോ. വൃത്തം എങ്ങനെ വരയ്ക്കാം? വൃത്തം കോമ്പസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം അല്ലെ? കോമ്പസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ എല്ലാവർക്കും അറിയില്ലേ? എങ്ങനെ കോമ്പസ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം? ടീച്ചർ ഇവിടെ ഇതാണ് കോമ്പസ് ഇങ്ങനെ കുത്തിയിട്ട് ഒരു ബിന്ദുവിൽ കുത്തിയിട്ട് ഇങ്ങനെ നമുക്ക് വൃത്തം വരയ്ക്കാം അല്ലെ? ഇത് കൂടാതെ പിന്നെ എങ്ങനെയൊക്കെ വൃത്തം വരയ്ക്കാം? ഇങ്ങനെ കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കാം. കൂടാതെ പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് വരയ്ക്കാം? നമ്മൾ ഓണത്തിന് പൂക്കളിടാനൊക്കെ സ്കൂളുകളിൽ എങ്ങനെ ചെയ്യാറ്? 1 മീറ്റർ നീളമുള്ള ഒരു നൂലെടുത്തു, നൂലിന്റെ ഒരറ്റത്ത് ഒരു ചോക്ക് കെട്ടി വെക്കുക. എന്നിട്ട് അതിന്റെ മറ്റേ അറ്റം ഇതുപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉറപ്പിച്ചൊരു കൈ കൊണ്ട് പിടിച്ചിട്ട് നൂലിനെ വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തം കിട്ടും അല്ലെ? 1 മീറ്റർ ആഴമുള്ള വൃത്തം കിട്ടും. ഇങ്ങനെയൊക്കെയാണ് വൃത്തം വരയ്ക്കുക. അപ്പൊ വൃത്തം വരയ്ക്കാൻ ഈ കോമ്പസിൽ ഉപയോഗിച്ച അളവ്, അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അളവ്, ഈ അളവ് എങ്ങനെയാ എടുക്കുന്നത്? സ്കെയിൽ വെച്ചിട്ട് സ്കെയിലിൽ നമ്മൾ അളന്നെടുക്കും. സ്കെയിലില് അളക്കുക കേട്ടോ. സ്കെയിൽ എങ്ങനെ വെക്കുക? സ്കെയിലിൽ എങ്ങനെ അളക്കുക? എടുത്തത് സ്കെയിലിൽ ഇതുപോലെ ഇതിന്റെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നീളം അളന്നെടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള നീളം സ്കെയിലിൽ വെച്ച് ഇതുപോലെ സ്കെയിലിന്റെ സൈഡിൽ വെച്ചിട്ട് അളന്നെടുക്കുക. അപ്പൊ ഈ നീളത്തിനെയാണ് വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ഈ അകലത്തിന്, കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള അകലത്തിന് ആരം എന്ന് പറയും. ഇവിടെ ഇതിലും സ്ക്രീനിലുണ്ട്, നോക്കിയേ. സ്ക്രീനില് വേറെ കളറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ഇതുപോലത്തെ 2 ആരങ്ങൾ ചേർന്ന് കഴിഞ്ഞാലാണ് വ്യാസം. കണ്ടോ ചിത്രം? 2 ആരം ചേർന്നത് വ്യാസം. അപ്പൊ ആരം എന്താണ്, വ്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ വ്യാസത്തിന്റെ 2 അറ്റവും വൃത്തത്തിലെ ബിന്ദുക്കളാണ്. അപ്പൊ വൃത്തത്തിലെ ബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്നത് എന്ന് പറയും കേന്ദ്രം ഉൾക്കൊള്ളുന്ന വരകൾ. വൃത്തത്തിലെ 2 ബിന്ദുക്കളെ യോജിപ്പിക്കുന്നതും കേന്ദ്രത്തിന് ഉൾക്കൊള്ളുന്നതുമായ വരയാണ് വ്യാസം പറയുക. അല്ലെങ്കിൽ 2 ആരം ചേർന്നതാണ് വ്യാസം. വൃത്തത്തിൽ വരയ്ക്കാവുന്ന, ഇനി നോക്കാം. ഈ ഞാണുകൾ എന്താണ്? ഞാണെന്ന് പറയുന്നത് വൃത്തത്തിലെ 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ് ഞാൻ. അതായത് ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങള് ഇവിടെ എ എന്ന ബിന്ദുവിൽ നിന്ന് 4 വരകൾ കാണുന്നുണ്ട് അല്ലെ? ഇതിന് 4നെയും നമ്മൾ ഞാണെന്നാണ് പറയുക. അതായത് വൃത്തത്തിലെ 2 ബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര. അപ്പൊ ഇവിടെ വ്യാസം നോക്കിയേ, അതും അത് തന്നെയല്ലേ? അതായത് വ്യാസം ഒരു ഞാൻ തന്നെയാണ്. വൃത്തത്തില് വരയ്ക്കാവുന്ന, ഇവിടെ നോക്കുക, ഇവിടെ ചെറിയ ഞാനാണ്, അതിനേലും വലുതാണ്. ഇത് ഏറ്റവും വലുതാവുന്നത് എപ്പോഴായിരിക്കും? കേന്ദ്രത്തിൽ കൂടെ പോകുമ്പോഴായിരിക്കും അല്ലെ? അപ്പൊ ഏറ്റവും വലിയ ഞാനാണ് വ്യാസം എന്ന് പറയും. അപ്പൊ ആരം, വ്യാസം, ഞാൻ, ഇങ്ങനെ 3 കാര്യങ്ങൾ കേട്ടല്ലോ എല്ലാവരും. ഇതൊക്കെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ഇനി വ്യാസത്തിന്റെ പ്രത്യേകത എഴുതി നമുക്ക്. വൃത്തത്തിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിപ്പമുള്ള ഞാണുകളാണ് അതിന്റെ വ്യാസങ്ങൾ. എഴുതി വെക്കണം. ഇനി ഇതാണ് നിങ്ങൾക്ക് 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. ഈ വൃത്തത്തിന് 5 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ വീതം നീളമുള്ള ഞാണുകൾ വരയ്ക്കുക. ഇതാണ് നിങ്ങളുടെ ചോദ്യം. അപ്പൊ നമുക്ക് വൃത്തം വരയ്ക്കാം. വൃത്തം വരച്ചു കഴിഞ്ഞിട്ട് 5 സെന്റിമീറ്റർ ഇതുപോലെ വൃത്തം വരയ്ക്കാം കോമ്പസ് വെച്ചിട്ട്.
ഇപ്പുറത്ത് കാണിക്കേണ്ട കോമ്പസ് വെച്ച് വൃത്തം വരച്ചു കഴിഞ്ഞ് 5 സെന്റിമീറ്റർ കോമ്പസില് സ്കെയിൽ വെച്ചിട്ട് അളന്നെടുക്കാം. സ്കെയില് ടീച്ചർ തൽക്കാലം ഇതെടുക്കുകയാണ്. ഇവിടെ സ്കെയില് കാണില്ല, അതുകൊണ്ടാണ്. അപ്പൊ നോക്കാം. ഇതാ 4 സെന്റിമീറ്റർ ഇങ്ങനെ എടുത്തു. 5 പറഞ്ഞിട്ടുള്ളത്. 5 സെന്റിമീറ്റർ കോമ്പസിൽ ഇങ്ങനെ അളന്നെടുക്കുക. കോമ്പസ് ഇവിടെ വെച്ചിട്ട് സ്കെയിലിന്റെ അടുത്ത് വെച്ച് 5 സെന്റിമീറ്റർ അളന്നെടുക്കുക. എന്നിട്ട് ഇതിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉറപ്പിക്കുക. കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. എന്നിട്ട് ചാപിടുക. ചാപകം ഇട്ട് കഴിഞ്ഞിട്ട് അത് കൊട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാല് 5 സെന്റിമീറ്റർ നീളമുള്ള ഞാൻ കിട്ടി. ഇനി അതിൽ പറഞ്ഞിട്ടുണ്ട് 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്ററും നിങ്ങൾക്ക് സ്കെയിലിന്റെ അറ്റത്ത് ഇങ്ങനെ വെച്ച് 10 സെന്റിമീറ്റർ കോമ്പസ് അങ്ങോട്ട് നീട്ടിയിട്ട് 10 വരെ ആക്കുക. എന്നിട്ട് ആ നീളം ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ ബിന്ദു അടിഞ്ഞ ബിന്ദു ആവാം, അല്ലെങ്കിൽ വേറെ ബിന്ദുവിൽ വെച്ചിട്ട് അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ വെച്ചിട്ട് അടയാളപ്പെടുത്താം. എന്നിട്ട് അതും നമുക്ക് ഇങ്ങനെ യോജിപ്പിക്കാം. ഇങ്ങനെ ഇതിൽ വരയ്ക്കുമ്പോ ഏറ്റവും വലിയ ഞാൻ എന്തായിരിക്കും? ഏറ്റവും വലിയ ഞാനാണ് 2 ആരം ചേർന്നത്, അല്ലെ? 2 ആരം ചേർന്നത് അഥവാ വ്യാസം. ഇവിടെ 6 സെന്റിമീറ്റർ ആണ്. 6 സെന്റിമീറ്റർ ആണ് ആരം. അപ്പോ ഏറ്റവും വലിയ ഞാൻ എന്തായിരിക്കും? 12 സെന്റിമീറ്റർ ഉള്ള വ്യാസമായിരിക്കും. അപ്പൊ ഇതിൽ 13 സെന്റിമീറ്റർ നീളമുള്ള ഞാൻ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. ടീച്ചർ സ്ലൈഡിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങള് 2 ആരം ചേർന്നതാണ് വ്യാസം. അപ്പൊ ഇതാ 12 സെന്റിമീറ്റർ. ഇതാണ് ഏറ്റവും വലിയ ഞാൻ. കണ്ടോ? 6 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം. ഇതില് 10 സെന്റിമീറ്റർ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. 5 സെന്റിമീറ്ററിൽ ഞാൻ വരയ്ക്കാം. ഇങ്ങനെ വലുതായി ഇവിടെ ഏറ്റവും മാക്സിമം എത്തി. അപ്പോ 13 സെന്റിമീറ്റർ വലിപ്പമുള്ള ഞാൻ വരയ്ക്കാൻ പറ്റുമോ ഇതില്? ഇല്ല. 13 സെന്റിമീറ്റർ പറ്റില്ല. കാരണം വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാനാണ് വ്യാസം. ഇവിടെ വ്യാസം സമം 12 സെന്റിമീറ്റർ ആണ്. ഇവിടെ ചിത്രത്തിൽ കൂടി എഴുതിയിട്ടില്ല, പക്ഷെ ചിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. 12 സെന്റിമീറ്റർ ആണ് വ്യാസത്തിന്റെ നീളം. അതുകൊണ്ട് 13 സെന്റിമീറ്റർ വലിപ്പമുള്ള ഞാൻ വരയ്ക്കാൻ കഴിയില്ല. മനസ്സിലായല്ലോ കാര്യം? ഇനി നോക്കാം. ഞാനിന്റെ ലംബ സമഭാജി. ചിത്രത്തിലേതുപോലെ 4 സെന്റിമീറ്റർ നീളമുള്ള ഞാൻ വരച്ച് മധ്യബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിലൂടെ മട്ടമോ കോൺമാപിനിയോ ഉപയോഗിച്ച് ലംബം വരയ്ക്കുക. അപ്പൊ നോക്കാം. നമുക്കൊരു വൃത്തം വെച്ചിട്ട് ഇവിടെ സൈഡിൽ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതുപോലെ വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ ടീച്ചർ ഇവിടെ കാണിക്കുന്നതും കൂടി ശ്രദ്ധിക്കുക. വൃത്തം വരയ്ക്കാം. കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു വൃത്തം കൂടി വരയ്ക്കാം. ടീച്ചർ ഇവിടെ കോമ്പസ് ഉപയോഗിച്ച് ഒരു വൃത്തം വരച്ചു. അത്ര തെളിച്ചില്ല അതിന്. ഇനി ലംബം വരയ്ക്കുന്നത് കാണിക്കാൻ ടീച്ചർ ഒരു കാര്യം ചെയ്യാം. സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഞാൻ വരയ്ക്കാം. ഞാനിന് ഞാനിവിടെ ഏകദേശം 7 സെന്റിമീറ്റർ നീളമുള്ള ഞാനാണ് ടീച്ചർ ഇപ്പൊ വരച്ചത് ഇവിടെ. അപ്പൊ അതിന്റെ പകുതി എന്തായിരിക്കും? 3.5 ആയിരിക്കും, അല്ലേ? അതിന്റെ മധ്യബിന്ദു അടയാളപ്പെടുത്തും. 7 സെന്റിമീറ്റർ നീളമുള്ള ഞാൻ വരച്ചിട്ട് അതിന്റെ മധ്യബിന്ദു അടയാളപ്പെടുത്തുക.
അതിന്റെ മധ്യബിന്ദു അടയാളപ്പെടുത്തുക. വ്യക്തമല്ലാന്ന് ടീച്ചർക്ക് മനസ്സിലാവുന്നുണ്ട്. ടീച്ചർക്ക് കാൺ ചെയ്യാം. ഷെയറിങ് അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലും കാണിച്ചു. ഓക്കെ, ഈ ചിത്രം നോക്കുക കേട്ടോ. ഈ ചിത്രത്തില് 7 സെന്റിമീറ്റർ നീളമുള്ള ഞാനാണ് ഈ വരച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ മധ്യബിന്ദു 3.5, അതായത് ഇവിടെ നിന്ന് ഇവിടേക്കും 3.5, ഇവിടെ നിന്ന് ഇവിടേക്കും 3.5 ആണ് നീളമുള്ളത്. ഇനി ഇവിടെ മട്ടം കൊണ്ട് വെച്ചിട്ട് മട്ടം, ടീച്ചറിന്റെ മട്ടം നോക്കണം. നിങ്ങൾ ഇത്രയും ഭാഗം നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മട്ടം കേട്ടാ. ടീച്ചറിന്റെ അടുത്ത് ഇപ്പൊ തൽക്കാലം ഇതുള്ളൂ, അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. മട്ടം ഇവിടെ ആ ബിന്ദുവില്, മധ്യബിന്ദുവില് മട്ടത്തിന്റെ നടുവിലത്തെ വര വെച്ചിട്ട് 90 ഡിഗ്രിയില് അടയാളപ്പെടുത്തുക. 90 ഡിഗ്രിയില് ഇവിടെ ഒരു അടയാളം ഇടുക. എന്നിട്ട് ഇത് വരച്ചു കഴിഞ്ഞാല് ആ അടയാളം, ഇത് നമ്മുടെ അടയാളപ്പെടുത്തിയ മധ്യബിന്ദുവും കൂടി വരച്ചു കഴിഞ്ഞാൽ അത് വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകും. വൃത്തത്തിന്റെ കേന്ദ്രം എന്താ? എവിടെയാണ്? വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകും. കണ്ടോ? മധ്യലംബ, അതിന്റെ ലംബ സമഭാജി വരച്ചപ്പോ ലംബ സമഭാജി വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ കൂടെ കടന്നുപോയി. അതായത് ഏത് ഞാണിന്റെയും ലംബ സമഭാജി വൃത്ത കേന്ദ്രം ഉൾക്കൊള്ളും. ടീച്ചർ വേണ്ടോ? ചെയ്തിട്ട് കാണിച്ചുതരാം. ഇപ്പൊ നോക്കാം. ഇതില് ഈ ചിത്രത്തില് 4 സെന്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. 4 സെന്റിമീറ്റർ ഞാൻ വരയ്ക്കുമ്പോൾ അതിന്റെ മധ്യബിന്ദു അപ്പുറം 2 സെന്റിമീറ്റർ ആയിട്ട് മധ്യബിന്ദു അടയാളപ്പെടുത്തി 90 ഡിഗ്രി അളന്ന് വരച്ചു. അത് വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു. വൃത്തത്തിന്റെ കേന്ദ്രം വരെ വരച്ചിരിക്കുന്നത് കണ്ടോ? അപ്പൊ ലംബം എങ്ങനെ വരയ്ക്കാന്ന് മനസ്സിലായല്ലോ. 4 സെന്റിമീറ്റർ നീളമുള്ള ഞാൻ വരച്ച് മധ്യബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിലൂടെ മട്ടമോ കോൺമാപിനിയോ, ടീച്ചർ കോൺമാപിനി ഉപയോഗിച്ചാണ് വരച്ചത്. ടീച്ചറിന്റെ കയ്യിൽ രണ്ടും കൂടി ചേർന്ന രൂപമാണുള്ളത്. മട്ട ഉപയോഗിച്ച് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇത്തിരി വലുതാണ്. ഇതാണ് മട്ടം എന്ന് പറയുന്നത് ഉപകരണം. ഈ തരത്തിലുള്ള ഒരു ഉപകരണം ഉണ്ടാവും. അതിവിടെ നേരെ ഈ ബിന്ദുവിൽ വെക്കുക. ഇങ്ങനെ ഈ വരയിൽ ചേർത്ത് വെക്കുക, എന്നിട്ട് വരയ്ക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോൺമാപിനി ഉപയോഗിച്ച് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നേരെ ലംബം വരയ്ക്കാം. പരസ്പരം ലംബമായിട്ടുള്ള ഈ 2 വശങ്ങള് ഉണ്ടാവും. ഈ 2 വശം ലംബമായിട്ടുള്ള വശം, ഇതെല്ലാം ഇത് ചരിഞ്ഞ വശമാണ്. ലംബമായിട്ടുള്ള 2 വശമുണ്ട്. ഈ ഭാഗം ആ പോയിന്റിൽ വെച്ചിട്ട് മറ്റേ ഭാഗം വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പോയിന്റിൽ ഇങ്ങനെ വെച്ചിട്ട് മറ്റേ ഭാഗം വരയ്ക്കും. മനസ്സിലായോ? ഇതാണ് ലംബം. കോൺമാപിനിയാണ് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഭാഗം. നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും വേറെ വേറെ ഉണ്ടായിരിക്കും. ഇത്രയും മാത്രമുള്ള കോൺമാപിനി ഉണ്ടായിരിക്കും. പിന്നെ ഇതുപോലത്തെ സെറ്റ് സ്ക്വയർ കുറച്ച് ചെറുതായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും ബോക്സിൽ. അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് അപ്പൊ ഇപ്പൊ പഠിച്ച കാര്യം ഒന്ന് എഴുതി വെച്ചോ എല്ലാവരും. ഒരു വൃത്തത്തിലെ ഏതൊരു ഞാണിന്റെയും ലംബ സമഭാജി വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പൊ ഇന്ന് വൃത്തങ്ങൾ എന്ന പാഠത്തിൽ എന്തൊക്കെ പഠിച്ചു? വൃത്തത്തിന്റെ കേന്ദ്രം, ആരം, വ്യാസം, ഞാണിന്റെ ലംബ സമഭാജിയുടെ പ്രത്യേകത. ഞാണിന്റെ ലംബ സമഭാജി വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകും. ഇനി പറയണം നോക്കാം. കടലാസിൽ വെട്ടിയെടുത്ത വൃത്തത്തിന്റെ കേന്ദ്രം എങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാൻ വേണ്ടി ടീച്ചറിവിടെ ഒരു കടലാസിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഒരു വൃത്തം. നോക്കാം നിങ്ങള്. കടലാസിൽ ഒരു വൃത്തം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിന്റെ കേന്ദ്രം എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ കേന്ദ്രം കണ്ടുപിടിക്കാൻ ഇതിനിങ്ങനെ മടക്കുക. ഇതിനെ മടക്കി കഴിഞ്ഞാൽ മടക്കിയിട്ട് ഇങ്ങനെ
ഓക്കെ. അപ്പൊ ഈ കിട്ടുന്നത് എന്തായി? ഇത് വ്യാസായി. ഈ വര അതിന്റെ വ്യാസമാണ്. മടക്കി ഇങ്ങനെ നമ്മൾ മടക്കി കഴിഞ്ഞാല് ഒരു വ്യാസം. ഇനി ഇതിനെ വീണ്ടും ഒന്നും കൂടി മടക്കുക. കൃത്യമായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ ഭാഗം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ മടക്കുക. ഓക്കെ. ഇനി ഒന്ന് നിവർത്തി നോക്കിയേ. ഇനി നിവർത്തി നോക്കിക്കഴിഞ്ഞാല് ഇതാണ് വൃത്തത്തിന്റെ 2 വ്യാസങ്ങള് കൂട്ടിമുട്ടിയ ഒരു പോയിന്റ് കിട്ടി, ഒരു ബിന്ദു കിട്ടി അവിടെ, അല്ലേ? ഇതാണ് വൃത്തത്തിന്റെ കേന്ദ്രം. അപ്പൊ കടലാസിൽ വെട്ടിയെടുത്ത വൃത്തകേന്ദ്രം നമുക്ക് ഇങ്ങനെ കാണാം. കടലാസ് അല്ലാണ്ട് ചില വൃത്തങ്ങൾ ഇപ്പൊ മരത്തടിയിലൊക്കെ ഇതുപോലെ നോക്കാം. ഇതുപോലെ ഒരു മരത്തടിയാണ് വിചാരിക്കുക. മരത്തിലുള്ള ഒരു വൃത്തമുണ്ട്. ഇതിന്റെ കേന്ദ്രങ്ങൾ അതിനാണ് ഇപ്പൊ നമ്മൾ പഠിച്ച ആശയം ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഞാനിന്റെ മധ്യലംബം വൃത്തകേന്ദ്രം ഉൾക്കൊള്ളും. അതല്ലെങ്കിൽ ഇതുപോലെയല്ല, എന്താ ഒരു അടപ്പാണ്, ഒരു പാത്രത്തിന്റെ അടപ്പാണിത്, വൃത്താകൃതിയിലുള്ള ഒരു പാത്രം. ഇതിൽ വരച്ചാല് കാണില്ല എന്നുള്ളത് കൊണ്ടാണ് ടീച്ചർ ഇതെടുത്തത്. ഇതിന്റെ മധ്യബിന്ദു, ഇതിന്റെ കേന്ദ്രം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പണി ചെയ്യാം. ഇവിടെ ഒരു ഞാൻ വരയ്ക്കുക. ഞാൻ വരയ്ക്കുമ്പോൾ അത് നമ്മൾ ഒരു അളവ് എടുത്തിട്ട് വരയ്ക്കുന്നതാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് ഇപ്പൊ ടീച്ചറ് 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു ഞാനാണ് ഇതിൽ വരയ്ക്കുന്നത്. ഇതില് ഇനി ഇതിന്റെ മധ്യബിന്ദു അടയാളപ്പെടുത്താം. 8 സെന്റിമീറ്റർ ഉണ്ടത്. അതിന്റെ മധ്യബിന്ദു 4 സെന്റിമീറ്ററിൽ അടയാളപ്പെടുത്താം. അപ്പൊ ഈ ഞാനിന്റെ 2 ഭാഗവും ഇവിടെ 4 സെന്റിമീറ്റർ ആയി, ഇവിടെ 4 സെന്റിമീറ്റർ ആയി. ഇനി എന്ത് ചെയ്യണം? കോൺമാപിനി ഉപയോഗിച്ച്, അല്ല കോൺമാപിനി ഉപയോഗിച്ചാണ് ടീച്ചർ നേരത്തെയും കാണിച്ചത്. മട്ടം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി ഇവിടെ അടയാളപ്പെടുത്തുക. എന്നിട്ട് മധ്യലംബം ഒരെണ്ണത്തിന്റെ ഒരു ഞാനിപ്പോ വരച്ചു, അതിന്റെ മധ്യലംബമാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. ആ 90 ഡിഗ്രി അടയാളപ്പെടുത്തിയെടുത്തുന്ന ഇതിലൂടെ മധ്യലംബം വരച്ചു. ഇതുപോലെ ഒരു ഞാനും കൂടി വരയ്ക്കും. ഇതുപോലെ ഇതില് ഈ വൃത്തത്തില് വേറൊരു ഞാനും കൂടി വരയ്ക്കുക. ആ ഞാണിന് 7 സെന്റിമീറ്റർ നീളമാണ് ടീച്ചർ എടുക്കുന്നത്. ഏഴ് സെന്റിമീറ്റർ നീളം എടുത്തിട്ടുണ്ട്. അതിന്റെ മധ്യബിന്ദു 3.5 അടയാളപ്പെടുത്തി. വീണ്ടും അതില് മട്ടം വയ്ക്കുക. മട്ടം വെച്ചിട്ട് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. 90 ഡിഗ്രി അടയാളപ്പെടുത്താം. ഈ ഉപകരണം കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ടീച്ചറുടെ കയ്യിൽ തൽക്കാലം ഇതുള്ളൂ, അതുകൊണ്ടാണ് ടീച്ചർ ഇത് ഉപയോഗിച്ച് വരയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ഉള്ളിലുള്ള ഭാഗം മാത്രമായിരിക്കും ബോക്സിൽ ഉണ്ടാവുക കേട്ടോ. ഇനി 90 ഡിഗ്രി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ടീച്ചർ. അവിടെ നിന്ന് ഈ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുകയാണ്. ഇപ്പോ 2 ഞാണുകളുടെയും ഇവിടെ ഒരു ഞാനുണ്ട്, ഇവിടെ ഒരു ഞാനുണ്ട്. 2 ഞാണുകളുടെയും മധ്യലംബങ്ങൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടി, ഇല്ലേ? അല്ല, ഇതാണ് വൃത്തത്തിന്റെ കേന്ദ്രം. അപ്പൊ കോമ്പസ് വെച്ച് വരയ്ക്കാണ്ടുള്ള ചില വൃത്തങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോൾ നമുക്കറിയാം വൃത്തകേന്ദ്രം ഏതാണ്. കോമ്പസിന്റെ മന വന്നിട്ടുള്ള ഭാഗമാണ് വൃത്തകേന്ദ്രം. ഇതുപോലെ വൃത്താകൃതിയുള്ള മരത്തടി, അങ്ങനെയൊക്കെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്, ഈ തരത്തിലുള്ള സാധനങ്ങളുടെ ഒക്കെ വൃത്തകേന്ദ്രം കണ്ടുപിടിക്കാനായിട്ട്
നമുക്ക് ഈ രീതിയിൽ ഞാണുകൾ വരച്ചിട്ട് ഞാണിന്റെ മധ്യലംബം വരയ്ക്കും. മധ്യലംബം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവുന്ന ടീച്ചർ വിചാരിക്കണം. ഇനി നമുക്ക് വീണ്ടും സ്ക്രീനിലേക്ക് പോവാം. അപ്പൊ നേരത്തെ ടീച്ചർ കാണിച്ചിരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്ക്രീനിൽ എങ്ങനെയാണ് കടലാസില് വരച്ചിട്ടുള്ള, ഇപ്പൊ വളയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വരയ്ക്കാമല്ലോ. നമുക്ക് വളയൊക്കെ ഉപയോഗിച്ച് വൃത്തം വരച്ച് വെട്ടിയെടുത്താല് ആ വൃത്തത്തിന്റെ കേന്ദ്രം കടലാസിൽ വെട്ടിയെടുത്താണെങ്കിൽ കേന്ദ്രം കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഇത് ടീച്ചർ മടക്കി കാണിച്ചത്. നേരത്തെ ഇതുപോലെ മടക്കി കാണിച്ചത് കേട്ടോ. ഇനി അതല്ല എങ്കിൽ ഇനി മരത്തടിയിലൊക്കെ വെട്ടിയെടുത്തതാണെങ്കിൽ ചെയ്യണ കാര്യം കണ്ടില്ലേ നിങ്ങള്? വൃത്താകൃതി വെട്ടെടുത്ത ഒരു മരത്തടിയുടെയോ ഒരു അടപ്പിന്റെയോ കേന്ദ്രം കാണുമെങ്കിലോ രണ്ട് ഞാണുകളും അവയുടെ ലംബ സമഭാജികളും വരയ്ക്കുക. ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദു വൃത്തത്തിന്റെ കേന്ദ്രമായിരിക്കുമല്ലോ. അതാണ് ടീച്ചർ അവിടെ വരച്ച് കാണിച്ചത്. ഇനി ജാമിതി പട്ടികയിലെ മട്ടത്തിന്റെ സഹായത്താലും കേന്ദ്രം കണ്ടുപിടിക്കാം. ഇതിനായി ചിത്രത്തിൽ കാണുന്നത് പോലെ മട്ടമൂല വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെക്കുക. കണ്ടോ? വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ അവിടെ ചേർത്ത് വെച്ചിരിക്കുന്നുണ്ടോ? അതെങ്ങനെയാണെന്ന് ടീച്ചർ നോക്കാം. ഇതില് ഇതാണ് നിങ്ങളുടെ മട്ടം എന്ന് പറയുന്ന സംഗതി. അതിന്റെ മട്ടമൂല ടീച്ചറുടെ കയ്യിലുള്ള ഉപകരണം കുറച്ച് വലുതാണ്. ഈ വൃത്തത്തിലാണ് ടീച്ചർ കാണിക്കുന്നത് കേട്ടോ. ഇവിടെ വരച്ചിട്ടുള്ള വൃത്തത്തിലല്ല, ടീച്ചർ വെട്ടിയെടുത്ത ആ വൃത്തത്തില് അതിന്റെ ഒരറ്റത്തെ ഈ മൂല വരണ വിധത്തില്. വൃത്തത്തിനെ കാണുന്നില്ലേ നിങ്ങൾക്ക്? അതില് കുറച്ച് ഡാർക്കായിട്ടുള്ള വൃത്തത്തിനെ കാണാൻ വേണ്ടിയിട്ടുള്ള വൃത്തം കാണാലോ ശരിക്കും. വൃത്തത്തിന്റെ മൂലയിൽ ഈ പോയിന്റ് ഇങ്ങനെ അടയാളപ്പെടുത്താം, ഈ പോയിന്റും അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വ്യാസായിരിക്കും. ഇപ്പൊ നമുക്കൊരു വ്യാസം കിട്ടും. ഇതുപോലെ വീണ്ടും ഒരു വ്യാസം കൂടി വരച്ചു കഴിഞ്ഞാൽ രണ്ട് വ്യാസം കൂടി കൂട്ടിമുട്ടുന്ന ബിന്ദു. വ്യാസം എങ്ങനെ വരച്ചതെന്ന് കണ്ടല്ലോ നിങ്ങള്? ഒരു മൂല ഇതുപോലെ ചേർത്ത് വെക്കാം വൃത്തത്തിൽ. ഈ അറ്റം ഇവിടെ വൃത്തത്തിന്റെ അറ്റത്ത് ചേർത്ത് വെച്ചോടിക്കുക. കണ്ടോ? അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കട്ട് ചെയ്ത പോയിന്റ് അടയാളപ്പെടുത്താം. ഇവിടെ അടയാളപ്പെടുത്താം. വൃത്തത്തിനെ കട്ട് ചെയ്ത പോയിന്റ് അടയാളപ്പെടുത്താം. എന്നിട്ട് അതിനെ ചേർത്ത് വരയ്ക്കുക. ഇപ്പൊ രണ്ട് വ്യാസങ്ങളായി. വൃത്തകേന്ദ്രം കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്ത് മാർഗമൊക്കെ പഠിച്ചു? ഇപ്പോ മട്ടം ഉപയോഗിച്ച് വ്യാസം വരയ്ക്കാൻ കണ്ടില്ലേ? മട്ടം ഉപയോഗിച്ച് വ്യാസം വരയ്ക്കുന്ന രീതി. മട്ടം ഉപയോഗിച്ച് രണ്ട് വ്യാസങ്ങൾ വരച്ചാൽ അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ്, രണ്ട് വ്യാസവും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ്. കാരണം വ്യാസങ്ങളെല്ലാം വൃത്തകേന്ദ്രത്തിലൂടെയാണ് കടന്നു പോവുക. ആ പോയിന്റ് വൃത്തത്തിന്റെ കേന്ദ്രമായിരിക്കും. കൂട്ടിമുട്ടിയ ഈ പോയിന്റ് വൃത്തത്തിന്റെ കേന്ദ്രമായിരിക്കും. ഉണ്ടോ? ഈ പോയിന്റ്. ഇനി നേരത്തെ ടീച്ചർ എങ്ങനെ കാണിച്ചത്? ഞാണുകൾ വരച്ചിട്ട് ഇതിൽ തന്നെയാണ് ടീച്ചർ കാണിച്ചത്. അത് നോക്കിയേ. ഞാണുകൾ വരച്ചിട്ട് ഞാണുകളുടെ മധ്യലംബം വരച്ചു. മധ്യലംബം വരച്ചത് എങ്ങനെയാണ്? മധ്യബിന്ദു അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ കോൺമാപിന് വെച്ച് 90 ഡിഗ്രി അളന്നു. 90 ഡിഗ്രി ഇവിടെ അളന്നു നമ്മള്. ഇതില് കോൺമാപിന് വെച്ചിട്ട് 90 ഡിഗ്രി അളന്നിട്ടാണ് ലംബ സമഭാജി വരച്ചത്. ആ ലംബ സമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദു. കാരണം ഏത് ഞാണിന്റെ ലംബ സമഭാജി വൃത്തകേന്ദ്രത്തിലൂടെ പോകും. വൃത്തകേന്ദ്രം വരെ എന്തായാലും വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകും. ഏത് കോണിന്റെയും ലംബ സമഭാജി വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകും. അതുകൊണ്ട് രണ്ട് ഞാണിന്റെ ലംബ സമഭാജി
രണ്ട് ഞാണുകളുടെ ലംബ സമഭാജികള് കൂട്ടിമുട്ടുന്ന ബിന്ദു വൃത്തത്തിന്റെ കേന്ദ്രം. അപ്പൊ വൃത്തത്തിന്റെ കേന്ദ്രം കാണുന്നത് രണ്ട് തരത്തിൽ നമ്മൾ പഠിച്ചു. എല്ലാവരും ശ്രദ്ധിക്കാതെ കേട്ടോ. ഇനി ഇവിടെ ഒന്നുകൂടി അതിന്റെ വിശദീകരണമാണ് ഇതില്. ഇത് വായിച്ചു നോക്കുക എല്ലാവരും. വട്ടത്തിന്റെ ലംബവശങ്ങൾ വൃത്തത്തെ തൊടുന്ന ബിന്ദുക്കൾ, അതാണ് ടീച്ചറുടെ അടയാളപ്പെടുത്തി വരച്ചത്. ബിന്ദുക്കള് അതാണ് എ ബി ഇടുക എന്ന് പറയുന്നത്. ഈ ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ വൃത്തത്തിന്റെ ഒരു വ്യാസം ലഭിക്കും. ഇതുപോലെ മറ്റൊരു വ്യാസം കാണുക. മറ്റൊരു വ്യാസം കൂടി വരച്ച് അവ കൂട്ടുമുട്ടുന്ന ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദു വൃത്തകേന്ദ്രമായി. ഇനി നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോണത് ശാപം. ഇപ്പൊ വൃത്തകേന്ദ്രം കാണുന്ന രീതികള് രണ്ട് തരത്തിൽ നമ്മൾ പഠിച്ചു. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു വൃത്തങ്ങൾ എന്ന അധ്യായത്തില്? അതിന്റെ കേന്ദ്രം, ആരം, വ്യാസം, ഞാൻ. ഏറ്റവും വലിയ ഞാനാണ് വ്യാസം എന്ന് പഠിച്ചു. ഞാനിന്റെ ലംബ സമഭാജികളെല്ലാം വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു പഠിച്ചു. ഇനി വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടുപിടിക്കാൻ ഒരു രണ്ട് മാർഗങ്ങൾ പഠിച്ചു നമ്മള്, അല്ലേ? കോൺമാപിനി ഉപയോഗിച്ച് നമുക്ക് മട്ടം ഉപയോഗിച്ചും കോൺമാപിനി ഉപയോഗിച്ചും. മട്ടം ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ട് വ്യാസങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണുന്നത് പോലെ വ്യാസങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് കേന്ദ്രം. പിന്നെ ഞാണുകളുടെ മധ്യലംബങ്ങൾ വരച്ചു, രണ്ട് ഞാണുകളുടെ മധ്യലംബങ്ങൾ വരച്ചു. ഇതുപോലെ അവ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് വൃത്തത്തിന്റെ കേന്ദ്രം. ഇനി നമ്മൾ വൃത്തത്തിലെ അടുത്ത കാര്യം പഠിക്കാൻ പോവാണ് ചാപങ്ങൾ. അപ്പൊ ഇവിടെ നോക്കിയേ, വളയുടെ വളപ്പൊട്ടുകളാണ് ഈ കിടക്കുന്നത്. ഈ തരത്തിലുള്ള വളയുടെ ഭാഗങ്ങളെയാണ് ചാപങ്ങൾ എന്ന് പറയുന്നത്. രണ്ട് അഗ്രബിന്ദുക്കളോട് കൂടിയ വൃത്തഭാഗങ്ങളെ ചാപം എന്ന് പറയുന്നത്. ഇതാണ് നോട്ടിലേക്ക് എഴുതേണ്ടത് കേട്ടോ. ഇനി നോക്കിയേ, ഇവിടത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത് നോക്കിയേ. ഒരു നീല കളറും ചുവപ്പ് കളറിലുള്ള രണ്ട് ചാപങ്ങൾ ചേർന്നപ്പോ ഒരു വൃത്തായി മാറി, അല്ലേ? ഇങ്ങനെ രണ്ട് ചാപങ്ങൾ ചേർന്നാൽ ഒരു വൃത്തമാകുന്നുവെങ്കിൽ അവ പരസ്പരം ചാപവും മറുചാപവുമാണ്. ഇത് ചാപമാണെങ്കിൽ അതിന്റെ മറുചാപമാണ് നീല. നീല ചാപം എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ മറുചാപമാണ് ചുവപ്പ്. ഇതാണ് അർത്ഥം. അപ്പൊ ചാപവും മറുചാപവും, ചാപവും മറുചാപവും ചേർന്നാല് വൃത്താവും. അപ്പൊ കുറെ കഷ്ണങ്ങൾ, നേരത്തെ പോലെ കുറെ കഷ്ണങ്ങളല്ല, ഒരു വൃത്തത്തിനെ രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റേതിന്റെ മറുചാപമാണ്. അപ്പൊ കിട്ടുന്ന രണ്ട് ചാപങ്ങള് ഇതുപോലത്തെ, ഇതൊക്കെ ചാപങ്ങളാണ്. ഇത് കുറെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ, ഇതൊക്കെ ചാപങ്ങളാണ്. എന്നാൽ ചാപവും മറുചാപവും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു വൃത്തത്തിനെ രണ്ട് കഷ്ണങ്ങളാക്കിയതിൽ രണ്ടിനെ ഒന്ന് മറ്റേതിന്റെ മറുചാപമാണ്. മനസ്സിലായോ? ചാപവും മറുചാപവും ശ്രദ്ധിക്കണം. ഇത് എഴുതി വെക്കണം, പടവും വരയ്ക്കണം. ഇനി ഇതിനെ പേരെങ്ങനെയാ പറയാ നോക്കാം. ഇപ്പൊ എയും ബിയും ആണ് ഈ ബിന്ദുക്കളെങ്കിൽ അഗ്രബിന്ദുക്കള്. അപ്പൊ രണ്ടും ചാപം എ ബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് തിരിച്ചറിയില്ലല്ലോ. നീല കളറുള്ളതാണോ ചുവപ്പ് കളറുള്ളതാണോ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പറയോ, അതിന്റെ ഇടയിൽ ഇതുപോലെ ഒരു പോയിന്റ് കൊടുക്കും. ക്യൂ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ പി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചാപം എ ക്യൂ ബി എന്ന് പറഞ്ഞാൽ നീല കളറിലുള്ള ചാപം. ചാപം എ പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുവന്ന കളറിലുള്ള ചാപം. അപ്പൊ ചാപത്തിന് പേര് കൊടുക്കുന്നത് മനസ്സിലായല്ലോ. ഇനി നോക്കാം. അപ്പൊ ചാപം കണ്ടു നമ്മൾ. ഇനി ചാപത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ച കാര്യങ്ങള്. ആ ചാപത്തിന്റെ കാര്യങ്ങൾ ഉപയോഗിച്ചു. ചാപം എന്താണെന്ന് പറഞ്ഞത്, ഒരു വൃത്തത്തിന് രണ്ട് അഗ്രബിന്ദുക്കളെയും മനസ്സിലാക്കാം. രണ്ട് അഗ്രബിന്ദുക്കളോട് കൂടിയ വൃത്തഭാഗങ്ങളെ ചാപം എന്ന് പറയുന്നു. അപ്പൊ രണ്ട് അഗ്രബിന്ദുക്കളോട് കൂടിയ വൃത്തഭാഗങ്ങളെ ചാപം എന്ന് പറയും. ചാപം മറുചാപം ആണെങ്കിൽ എന്ത് വേണം? ഒരു വൃത്തത്തിന്റെ രണ്ട് ചാപങ്ങളാവും, അല്ലെ? അതാണ് നേരത്തെ കാണിച്ചു തന്നത് ചുവന്ന കളറിലോ നീല കളറിലുള്ള ചാപങ്ങൾ. ഇനി ഈ ചാപം ഉണ്ടാകുന്ന എ ബി എന്ന് പറയുന്ന വര വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ രണ്ടറ്റങ്ങളാണെങ്കിലോ, വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ രണ്ട് അഗ്രബിന്ദുക്കളാണ് എ ബി എങ്കിൽ ചാപം എ പി ബി എന്ന് പറയുന്നത് വൃത്തത്തിന്റെ പകുതിയാവും. ചാപം എ ക്യൂ ബി എന്ന് പറയുന്നതും മറ്റൊരു പകുതിയാവും.
അപ്പോ ഇതിന് നമ്മള് അർദ്ധവൃത്തം, ഈ ചാപത്തിന് നമ്മൾ പറയാം പകുതിയാകുന്ന ചാപത്തിന്, വൃത്തത്തിന്റെ പകുതിയാകുന്ന ചാപത്തിന് നമ്മൾ പറയുന്നത് അർദ്ധവൃത്തം എന്നാണ്. അപ്പൊ ഇങ്ങനെ അർദ്ധവൃത്തായത് എപ്പോഴാണ്? എയും ബിയും വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളാകുമ്പോൾ, വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളാകുന്ന വിധത്തില് മുറിഞ്ഞു കഴിഞ്ഞാൽ, നാൽപകുതിയായിട്ട് വൃത്തത്തിന് നാൽപകുതിയായിട്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മള് വളയാണ് ചാപം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. ഒരു വളയെ കൃത്യം പകുതിയായിട്ട് മുറിച്ച് കിട്ടുകയാണെങ്കിൽ ആ രണ്ട് പകുതികളെ നമ്മള് അർദ്ധവൃത്തം എന്ന് പറയും. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിൽ നിന്നും പരമാവധി ജോഡി ചാപങ്ങളും ശിഷ്ടജാപങ്ങളും എഴുതുക. ഇതാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിന്റെ കുറെ ഉത്തരങ്ങൾ, മുഴുവൻ ഉത്തരവും ടീച്ചർ ഇവിടെ എഴുതിയിട്ടില്ല, ഒരു 5-6 എണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക കേട്ടോ. ഇപ്പൊ ഹെഡിങ് പോലെ ടീച്ചർ ഇവിടെ ചാപം, ഇപ്പുറത്തെ ശിഷ്ടജാപം എഴുതിയിട്ടുണ്ട്. അപ്പൊ ചാപം APD, ചിത്രത്തിൽ നോക്കിയേ, APD, ഇതാണ് ചാപം APD. ഇപ്പൊ വൃത്തം മുഴുവനാവണം എന്നുണ്ടെങ്കിൽ D മുതൽ A വരെ മുഴുവൻ വരണം അല്ലെ, അതാണല്ലോ ശിഷ്ടജാപം. അപ്പൊ AQ, ഇതിലേതെങ്കിലും ഒരു ബിന്ദു എടുത്താൽ മതി, Qയോ Cയോ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് പറയാം. അതാണ് ടീച്ചർ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്, ചാപം AQD. അപ്പൊ കംപ്ലീറ്റ് വൃത്തായില്ലേ? ചാപം APDയും ചാപം AQDയും ചേർന്ന് കഴിഞ്ഞാല് പൂർണ്ണവൃത്തം ആവണുണ്ട്. അത് ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ശിഷ്ടജാപം എഴുതാൻ. ചാപം APCയുടെ ശിഷ്ടജാപം ഏതാണെന്ന് നോക്ക്. ചാപം APC ഏതാ? APC, ഇങ്ങനെ നോക്കണം കേട്ടാ. ചാപം APC. അപ്പൊ അതിന്റെ ശിഷ്ടജാപം എന്താണുള്ളത്? ശിഷ്ടജാപം AQC ഉണ്ടാവും. ഇനി ചാപം APQ വന്നത്, ചാപം APQ ഇവിടെ വരെ എടുത്തു. അപ്പൊ അതിന്റെ ശിഷ്ടജാപം എന്തായിരിക്കും? ഇതാണ് അല്ലെ, അതിന്റെ ഇടയിൽ ഒരു പോയിന്റ് ഇല്ല. അപ്പൊ നമുക്ക് അതിനെ ചാപം AQ എന്ന് പറയും. ചെറിയ ചാപങ്ങളെ നമുക്ക് അങ്ങനെ ഇടയിൽ പേരില്ലെങ്കിലും പറയണോണ്ട് കുഴപ്പമില്ല, ചാപം AQ. ഇനി ചാപം ADC ആണ് അടുത്തതായിട്ട് ടീച്ചർ എഴുതിയിട്ടുള്ളത്, ADC. ADCയുടെ എന്താ? ചാപം ADC ആവുമ്പോ ചാപം ADCയും ചാപം APCയും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ ഉത്തരം തന്നെയാണ് ചാപം AQC. ഇനി ഇതിൽ പെടാത്ത ചാപങ്ങൾ നോക്കിയേ, ചാപം PDC. വൃത്തം കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? P മുതൽ C വരെ വരണം അല്ലെ. അപ്പൊ PAC എന്ന് പറയാം, അല്ലെങ്കിൽ PQC എന്ന് പറയും. അതിന്റെ മറുചാപം എന്നും പറയും, ശിഷ്ടജാപം എന്നും പറയും. ഇനി ചാപം PDQ ആണ്. അപ്പോ അതിന്റെ ശിഷ്ടജാപം ചാപം PAQ. കണ്ടല്ലോ എല്ലാവരും ചാപവും ശിഷ്ടജാപവും പറയണത്. ഇനി ബാക്കി നിങ്ങൾ ഇനി അതിൽ ടീച്ചർ എഴുതാത്തത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിലെ അർദ്ധവൃത്തങ്ങൾ ഏതൊക്കെയാണ്? ടീച്ചർ എഴുതി വെച്ചിട്ടില്ല, ടീച്ചർ പറയണത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്ത് ടീച്ചർക്ക് പേഴ്സണൽ നമ്പറിൽ അയക്കുക കേട്ടോ. അതായത് ഇത് ഹോംവർക്ക് ആണ് നിങ്ങളുടെ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിലെ അർദ്ധവൃത്തങ്ങൾ ഏതൊക്കെയാണ്? അർദ്ധവൃത്തം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? വൃത്തത്തിന് തുല്യ ഭാഗമാക്കിയ. അതായത് ചാപം എന്ന് പറയുന്നത് ഒരു വളം ഓർത്താൽ മതി കേട്ടാ, അല്ലാണ്ട് ഇവിടെ കാണിച്ച പോലെ ഇത് മുഴുവനായിട്ടും എടുത്തിട്ട് ചാപം എന്ന് പറയരുത്. ഇത് അല്ല, വൃത്താണത്, പക്ഷെ അത് ചാപം എടുക്കണമെങ്കിൽ ആ വട്ടം മാത്രമാണ്, ആ വര മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു വളയിനെ തുല്യ രണ്ട് പകുതികളാക്കിയാൽ ആ രണ്ട് പകുതിയെ നമ്മള് അർദ്ധവൃത്തം പറയും. അപ്പൊ ഇവിടെയുള്ള അർദ്ധവൃത്തങ്ങൾ ഏതൊക്കെയാണ്? ADC, അതിന്റെ ശിഷ്ടജാപം, അതും അർദ്ധവൃത്താണ്. ഇനി നോക്കിയേ, ചാപം DCB, അതിന്റെ ശിഷ്ടജാപം DAB, അതും അർദ്ധവൃത്താണ്. ഇനി വേറെ കിട്ടുന്നുണ്ടോ നമുക്ക്? ഇനി നമ്മൾ പറഞ്ഞാൽ അത് തന്നെയല്ലേ ആവാം. ഓക്കെ, ADCയും ABCയും പറഞ്ഞു.
ഡി സി ബിയും ഡി എ ബിയും പറഞ്ഞു. വേറെ ഏതെങ്കിലും ഉണ്ടോ നമുക്ക് പറയാനായിട്ട്? ടീച്ചർ ഇവിടെ പരമാവധി പറഞ്ഞു കഴിഞ്ഞു, അത് ശ്രദ്ധിച്ച് അതുപോലെ എഴുതാം. അപ്പോൾ ചാപം എ ഡി സി, ചാപം എ ബി സി, രണ്ട് അർദ്ധവൃത്തങ്ങളാണ്. അർദ്ധവൃത്തങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഏത് പറയാം? ചാപം ബി സി ബി, ചാപം ഡി എ. ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ ഇതില്? അർദ്ധവൃത്തങ്ങള് ഇത്രയല്ലേ നമ്മളിവിടെ വരച്ചതിലുള്ളൂ. ഈ അർദ്ധവൃത്തങ്ങളൊക്കെ എടുത്ത് എഴുതിയിട്ട് ടീച്ചർക്ക് ഹോംവർക്ക് ചെയ്യുക കേട്ടോ. ചിത്രത്തിൽ കണ്ട 4 അർദ്ധവൃത്തങ്ങൾ. അപ്പൊ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ടീച്ചർ.